ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കാർത്തി തന്നെ തല്ലിയെന്ന് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് ജയറാം. തുടർന്ന് പണ്ട് നടന്നൊരു കാര്യം ജയറാം ആലോചിക്കുന്നു. ഒരു ദിവസം താൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. ജയേട്ടൻ എവിടെ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് ജയറാം പറയുന്നു. ജയേട്ടനോട് എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ? ജയേട്ടനും ആ മാധുരിയുമായിട്ട് വഴിവിട്ട ബന്ധമാണെന്ന് കേൾക്കുന്നു, അത് ശരിയാണോ? ഇത് കേൾക്കുന്ന ജയറാം ദേഷ്യത്തോടെ നന്ദിനിയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ്. തുടർന്ന് നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ജയേട്ടനെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിലാണ് ജയേട്ടൻ എന്നെ തല്ലിയതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മറിച്ച് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിട്ടാണ് ജയേട്ടൻ എന്നെ തല്ലിയതെങ്കിൽ എനിക്ക് വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. ഞാൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എൻ്റെ മകളാണോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാം. തുടർന്ന് നന്ദിനി അങ്ങോട്ടേക്ക് ആഹാരവുമായി വരുന്നു. ജയറാം ഫോട്ടോയും പിടിച്ച് ആലോചിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നന്ദിനി പറയുകയാണ്, പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് വേദനിച്ച് നിൽക്കുകയായിരിക്കും, അല്പം വേദനിക്കട്ടെ. തുടർന്ന് ജയറാം പറയുകയാണ്, ദേവി, കാർത്തി എൻ്റെ മോളെ തല്ലുന്നത് കണ്ട് എനിക്ക് വേദനിക്കുന്നുണ്ട്. ഓ, അച്ഛന് വേദനിക്കുന്നുണ്ടല്ലേ മകളെ തല്ലുന്ന കാണുമ്പോൾ? എനിക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നല്ലോ. എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തല്ലായിരുന്നല്ലോ. ഇത് കേൾക്കുന്ന ജയറാം ദേവിയെന്ന് വിളിക്കുമ്പോൾ നന്ദിനി പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. നിങ്ങൾ എത്ര മാപ്പ് പറഞ്ഞാലും തീരുന്ന വേദനയല്ല എനിക്കുള്ളത്. എന്താണെങ്കിലും അവർ തമ്മിലുള്ള വഴക്ക് വേർപിരിയലിന്റെ വക്കിലൊന്നും എത്തില്ല. അവരെ പരസ്പരം സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കുഞ്ഞിനെ നോക്കാനായി കാർത്തി പറഞ്ഞിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കാണുന്ന മീനാക്ഷിക്ക് ദേഷ്യവും സങ്കടവുമെല്ലാം ഒരേപോലെ വരുന്നു. അവരെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ കാർത്തിയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി. അങ്ങനെ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിടുകയാണ് മീനാക്ഷി. എനിക്ക് ചില കാര്യങ്ങളെല്ലാം അറിയാനുണ്ട്. ഞാൻ നിങ്ങളുടെ ആരാണെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അതെന്താ ഇപ്പോ അങ്ങനെ ചോദിക്കുന്നതെന്ന് കാർത്തി ചോദിക്കുന്നു. അല്ല, ആദ്യം ഞാൻ നിങ്ങളുടെ അടിമയായിരുന്നല്ലോ, അതാ ചോദിച്ചത്. നിങ്ങൾ ആദ്യം എന്നോട് കുഞ്ഞിനെ നോക്കാനല്ലേ പറഞ്ഞത്? കുഞ്ഞിനെ നോക്കാൻ ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങളെന്തിനാ മറ്റൊരു സ്ത്രീയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? എന്റെ ചൂട് പറ്റിയേ എന്റെ കുഞ്ഞു വളരൂ, അത് നിങ്ങൾക്കറിയാമോ? എന്റെ മീനാക്ഷി, നീ തെറ്റിദ്ധരിക്കണ്ട. കുഞ്ഞിനെ നോക്കാൻ നിനക്കൊരു സഹായത്തിന് വേണ്ടിയാ ഞാൻ ഒരാളെ വെച്ചത്. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം, അതിന് എനിക്കാരുടെ സഹായം വേണ്ടെന്ന് മീനാക്ഷി പറയുന്നു. കുഞ്ഞിനെ വളർത്തുന്നതിന്റെ പരിചയക്കുറവിൽ ആദ്യം എനിക്ക് പലതും പറ്റിയിട്ടുണ്ടാകും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പ്ലീസ് ACP, ഇനിയുള്ള എന്റെ ജീവിതം കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞിനെ എന്നിൽ നിന്നും വേർപിരിക്കരുതെന്ന് പറഞ്ഞ് കരയുകയാണ് മീനാക്ഷി. നീ കരയാതെ മീനാക്ഷി, നിന്റെ കരച്ചില് എനിക്ക് താങ്ങാനാകുന്നില്ലെന്ന് പറഞ്ഞ് മീനാക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ് കാർത്തി. തുടർന്ന് മീനാക്ഷിയും കാർത്തിയും കൂടി ചെന്ന് അവരെ പറഞ്ഞു വിടുന്നു. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിരിക്കുന്നതാണ്. പണ്ടൊരിക്കൽ എൻ്റെ മൂത്ത മകൻ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. എൻ്റെ മൂത്ത മകൻ മരിച്ചു പോവുകയും ആ പെൺകുട്ടി അനാഥയാവുകയും ചെയ്തു. തുടർന്ന് ജഗദീഷ് പറയുകയാണ്, അമ്മയ്ക്ക് മാത്രമാണ് മൂത്ത മകൻ മരിച്ചുപോയത്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ വല്യേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് പറയാനുള്ളത് നന്ദിനിയുടെ കാര്യമാണ്. ഞാൻ അതിലേക്ക് തന്നെ വരാം. ഇത് കേൾക്കുന്ന ജയറാം ഞെട്ടലോടെ നന്ദിനിയെയും രാജലക്ഷ്മി അമ്മയും നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.